ഇന്ന് നമ്മൾ നോക്കുന്നത് റൂഫാണ്. ആർക്കിടെക്ചർ ടാബില് ബിൽഡ് പാനലില് റൂഫിന്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പ് റൂഫ് ബൈ ഫുട് പ്രിന്റ്. ഒരു ക്ലോസ്ഡ് ബൗണ്ടറി ഉണ്ടെങ്കിൽ ആ ബൗണ്ടറിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റൂഫാണ് റൂഫ് ബൈ ഫുട് പ്രിന്റ്. റൂഫ് ബൈ ഫുട് പ്രിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലെവലിലാണോ ഒന്നല്ലെങ്കിൽ ആ ലെവൽ ഓപ്പൺ ചെയ്യാം. ഇത് 3D വ്യൂ ആയതുകൊണ്ട് ഏത് ലെവലിലാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ലെവൽ സെലക്ട് ചെയ്ത് യെസ് ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ റൂഫ് ക്രിയേറ്റ് ചെയ്യാം. റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഒരു റെക്ടാങ്കിൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തു. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലോപ്ഡ് റൂഫ് ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇങ്ങനെ റൂഫ് ക്രിയേറ്റ് ചെയ്തപ്പോൾ സ്ലോപ്ഡ് റൂഫ് ആവാനായിട്ടുള്ള കാരണം റൂഫ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ റൂഫ് ബൈ ഫുട് പ്രിന്റ് എടുത്തതിന് ശേഷം ഡിഫൈൻ സ്ലോപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്തത് കൊണ്ടാണ് അവിടെ ഈ ഒരു സ്ലോപ്പ് ക്രിയേറ്റ് ആയത്. ഈ ഡിഫൈൻ സ്ലോപ്പ് അൺടിക്ക് ചെയ്ത് ഒരു റൂഫ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സ്ലോപ്പ് ഇല്ലാതെ ഫ്ലാറ്റ് റൂഫ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഇതിനെ വീണ്ടും സ്ലോപ്ഡ് റൂഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ റൂഫിനെ സെലക്ട് ചെയ്ത് എഡിറ്റ് ഫുട് പ്രിന്റ് ക്ലിക്ക് ചെയ്ത് ഈ റൂഫിനെ സെലക്ട് ചെയ്ത് ഡിഫൈൻ സ്ലോപ്പ് ടിക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോപ്ഡ് റൂഫ് ആയിട്ട് കിട്ടും. ഇനി രണ്ട് സൈഡിൽ മാത്രം സ്ലോപ്പ് മതി എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ റൂഫിനെ സെലക്ട് ചെയ്ത് എഡിറ്റ് ഫുട് പ്രിന്റ് എടുത്ത് റൂഫിന്റെ ഏതൊക്കെ സൈഡാണോ രണ്ട് സൈഡ് സെലക്ട് ചെയ്തു സ്ലോപ്പ് കളഞ്ഞു. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്ലോപ്ഡ് റൂഫ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ റൂഫ് ക്രിയേറ്റ് ചെയ്യാം. റൂഫിലേക്ക് തന്നെ പ്രൊജക്ഷൻസ് ആയിട്ട് വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും കൊടുക്കാനായിട്ടാണ് സോഫിറ്റ് ആൻഡ് ഫേഷ്യ. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ആണെങ്കിൽ സോഫിറ്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നോർമലി ഫ്ലോർ അല്ലെങ്കിൽ റൂഫ് വരച്ച പോലെ തന്നെ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു പ്രൊജക്ഷൻ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരച്ചു കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോഫിറ്റ് ആയിട്ട് ക്രിയേറ്റ് ആയി വരും. ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. വെർട്ടിക്കൽ ആയിട്ടുള്ള പ്രൊജക്ഷൻ ആണെങ്കിൽ റൂഫ് സെലക്ട് ചെയ്ത് റൂഫിൽ തന്നെ റൂഫ് ഫേഷ്യ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫേഷ്യ സെലക്ട് ചെയ്ത് റൂഫിന്റെ എഡ്ജ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഫേഷ്യാസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതിൽ തന്നെ റെയിൻ വാട്ടർ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗട്ടേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചറിൽ തന്നെ റൂഫിന്റെ അണ്ടറിൽ റൂഫ് ഗട്ടർ വരുന്നുണ്ട്. റൂഫ് ഗട്ടർ സെലക്ട് ചെയ്ത് ഇതുപോലെ ഗട്ടർ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഗട്ടറിന്റെയോ ഫേഷ്യയുടെയോ ഷേപ്പ് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുതിയ ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ട് ലോഡ് ചെയ്ത് കൊടുക്കണം. ഗട്ടറിനെ സെലക്ട് ചെയ്താൽ എഡിറ്റ് ടൈപ്പിൽ ഗട്ടറിന്റെ പ്രോപ്പർട്ടീസ് മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതല്ലെങ്കിൽ പ്രൊഫൈൽ വേറെ ഫാമിലീസ് ഉണ്ടെങ്കിൽ ആ ഫാമിലീസ് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം.